വർഷം 2018 സെപ്റ്റംബർ മാസം 14-ാം തീയതി വെള്ളിയാഴ്ച. തമിഴ്നാട് ചെട്ടിനാടിന് അരികിൽ ശിവഗംഗ എന്ന സ്ഥലം. അവിടെ 42 വയസ്സുള്ള ഒരു അമ്മയും അവരുടെ വിദ്യാർത്ഥിനിയായ മകളും, രണ്ടുപേരും മാത്രമാണ് ആ വീട്ടിലെ താമസക്കാർ. ഏതാണ്ട് അർദ്ധരാത്രിയോടുകൂടി ആ വീടിൻ്റെ വാതിൽ, പിൻവശത്തെ വാതിൽ തകർക്കപ്പെട്ടു. ആ വാതിലിനുള്ളിലൂടെ ഒരു ആരോഗ്യ ദൃഢഗാത്രനായ മനുഷ്യൻ കടന്നെത്തി. അയാളുടെ പക്കൽ ക്ലോറോഫോം ഉണ്ടായിരുന്നു. കൊണ്ടുവന്ന ക്ലോറോഫോം അയാൾ ഒരു തുണിയിൽ മുക്കി ആ സ്ത്രീയെ, അതായത് ആ അമ്മയെ മണപ്പിച്ചു. അവർ ബോധരഹിതയായി. ഞരക്കം കേട്ട മകൾ ഉണർന്നു. വന്നയാൾ ആ മകളെ കെട്ടിയിട്ടു. ശേഷം ആ അമ്മയെ ശാരീരികമായി ഉപദ്രവിച്ചു. അതുകൊണ്ടും മതിയാകാത്ത അയാൾ ആ വിദ്യാർത്ഥിനിയായ മകളെയും ഉപദ്രവിച്ചു. ശേഷം വീട്ടിലെ പണവും പണ്ടവുമായി അയാൾ കടന്നുപോയി. എന്നാൽ അവിടെ അയാൾ ഒരു കാര്യം മറന്നുപോയിരുന്നു. ആ അമ്മയുടെ മുഖത്ത് വച്ച ക്ലോറോഫോം മുക്കിയ തുണി അതയാൾ മാറ്റിയിരുന്നില്ല. അമിതമായ അളവിൽ ക്ലോറോഫോം ഉള്ളിൽ ചെന്നതോടുകൂടി ആ സ്ത്രീ മരണപ്പെട്ടു. വന്നയാളുടെ പേര് രാജശേഖരൻ. മൊത്തം പേര് കെ രാജശേഖരൻ. തമിഴ്നാടിനെ വിറപ്പിച്ച കൊടും കുറ്റവാളി. ചെന്ന് കയറുന്ന വീട്ടിലെ, അതായത് മോഷണത്തിനായി എത്തുന്ന വീട്ടിലെ സ്വർണവും പണവും മാത്രമായിരുന്നില്ല ഈ രാജശേഖരൻ്റെ ലക്ഷ്യം. അവിടുത്തെ സ്ത്രീ ശരീരവും അയാളുടെ മോഷണ മുതലായിരുന്നു. പോലീസ് ഒടുവിൽ ഈ രാജശേഖരനെ വെടിവെച്ച് വീഴ്ത്തി. കൊടും കുറ്റവാളിയായ രാജശേഖരൻ്റെ കഥ വാവിദാർ ശ്യാമിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. വർഷം 2009. തിരുച്ചിറപ്പള്ളിക്ക് സമീപം എടമലൈപ്പേട്ടി. അവിടെയുള്ള ഒരു മുൾക്കാട്ടിനിടയിൽ ഉച്ച സമയത്ത് ഒരു സ്ത്രീ ആടിനെ മേയ്ക്കാനെത്തി. അവരെയും തേടി ആ മുൾക്കാട്ടിന് ഉള്ളിൽ ഒരാൾ ഒളിഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു. അയാളുടെ പ്രായം അന്ന് 21 വയസ്സ് മാത്രമാണ്. ഈ സ്ത്രീ എത്തിയതിന് പിന്നാലെ ആ ഒളിച്ചിരുന്ന 21 വയസ്സുകാരൻ മുൾക്കാട്ടിൽ നിന്ന് പുറത്തു വന്നു. വന്നയാൾ ഈ സ്ത്രീയെ പിന്നിൽ നിന്നും കടന്നു പിടിച്ചു. അവരുടെ വാ പൊത്തിപ്പിടിച്ചു. ശേഷം അവരെ ആ മുൾക്കാട്ടിലേക്ക് വലിച്ചു കൊണ്ടുപോയി. നേരത്തെ ആ സ്ത്രീകളെ, അതായത് അമ്മയും മകളെയും ഉപദ്രവിച്ച അതേ രീതിയിൽ ആ 21കാരൻ ആ സ്ത്രീയെയും അന്ന് ഉപദ്രവിച്ചിരുന്നു. ശേഷം അവരുടെ 4 ആടുകളെ ഈ യുവാവ് മോഷ്ടിച്ചു. അതിലൊന്നിനെ അയാളുടെ മൂർത്തിക്ക് ബലി നൽകി. ബാക്കി 3 എണ്ണത്തിനെ വിറ്റു. അയാളുടെ പേര് രാജശേഖരൻ എന്നായിരുന്നു. ഞാൻ നേരത്തെ ആമുഖത്തിൽ പറഞ്ഞ അതേ രാജശേഖരൻ. 21ാമത്തെ വയസ്സിലാണ് രാജശേഖരൻ ഈ മോഷണ രീതി ആരംഭിക്കുന്നത്. അതായത് ഈ സ്ത്രീകളെ ഉപദ്രവിച്ച ശേഷം അവരുടെ മുതൽ കട്ടെടുക്കുന്ന മോഷണ രീതി. രാജശേഖരന് ഒപ്പം തന്നെ അയാളുടെ മോഷണത്തിൻ്റെ കാഠിന്യവും വളർന്നു. പലയിടങ്ങളിലായി അയാൾ മോഷണം നടത്തി. പലപ്പോഴും പല മുഖങ്ങളായിരുന്നു ഈ രാജശേഖരന് ഉണ്ടായിരുന്നത്. ചിലപ്പോഴൊക്കെ അയാൾ ആക്രി കച്ചവടക്കാരനായിരുന്നു. മറ്റു ചിലപ്പോൾ തുണിക്കച്ചവടം, അതിനുമപ്പുറം ചിലപ്പോൾ ഇരുമ്പ് കച്ചവടം. എല്ലാം തന്നെ മുഖംമൂടിയായിരുന്നു. ഈ മുഖംമൂടി ധരിച്ച് രാജശേഖരൻ ഇറങ്ങുന്നത് സ്ത്രീകൾ മാത്രമുള്ള വീടുകൾ തേടിയായിരുന്നു. അങ്ങനെ തമിഴ്നാടിൻ്റെ അങ്ങോളം ഇങ്ങോളമുള്ള പല വീടുകളും ഈ രാജശേഖരൻ കണ്ടെത്തി. രാത്രികാലങ്ങളിൽ ആ വീടിനുള്ളിലേക്ക് ക്ലോറോഫോമുമായി രാജശേഖരൻ കടന്നെത്തി. അവിടുത്തെ സ്ത്രീകളെ ഉപദ്രവിച്ചു. ശേഷം സ്വർണം കട്ടെടുത്തു, പണവും കട്ടെടുത്തു. അങ്ങനെ മുങ്ങുകയും ചെയ്തു. ഈ മോഷണത്തിൻ്റെ കാഠിന്യം അതിങ്ങനെ വർദ്ധിച്ചു കൊണ്ടിരിക്കവേ തമിഴ്നാട് പോലീസിൻ്റെ കയ്യിൽ ഇയാൾ പലതവണ പെട്ടു. 2 തവണ പെട്ടത് പോക്സോ കേസിനായിരുന്നു. അതായത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ ഉപദ്രവിച്ച കേസിൽ 2 തവണ ഈ രാജശേഖരൻ പിടിക്കപ്പെട്ടു. കോയമ്പത്തൂർ ജില്ലയിലെ ശ്രീനിവാസ നഗറിൽ 1988 ഈ രാജശേഖരൻ എന്ന കൊടും ക്രിമിനലിൻ്റെ ജനനം. സ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ തന്നെ ഇയാൾ മോഷണം ആരംഭിച്ചു. അന്നൊക്കെ ചെറിയ മോഷണങ്ങളായിരുന്നു ഈ രാജശേഖരൻ നടത്തിയിരുന്നത്. അധ്യാപകർ പലതവണ ഇയാളെ വാൺ ചെയ്തു. പക്ഷേ അതൊന്നും രാജശേഖരനെ ബാധിച്ചിരുന്നില്ല. പലപ്പോഴും രാജശേഖരൻ്റെ മാതാപിതാക്കളെ ഈ അധ്യാപകർ സ്കൂളിലേക്ക് വിളിച്ചു വരുത്തി. കാരണം തൊട്ടടുത്തിരിക്കുന്ന കുട്ടികളുടെ സാധന സാമഗ്രികളൊക്കെ തന്നെ ഈ രാജശേഖരൻ മോഷ്ടിച്ചു. മോഷണം മുതൽ ഇയാൾ നേരെ കൊണ്ടുപോയി കുഴിച്ചിടും. അതുകൂടാതെ നേരത്തെ പറഞ്ഞതുപോലെ മോഷണം മുതൽ എന്താണോ അതിലെ ഒരു പങ്ക് അയാളുടെ മൂർത്തിക്ക് നടക്കൽ വയ്ക്കുകയും ചെയ്തു. ഈ ശീലം അയാളുടെ ചെറിയ പ്രായത്തിൽ തന്നെ അയാൾക്ക് ഉണ്ടായിരുന്നു. അത് പിന്നീട് അയാൾ തുടർന്നുകൊണ്ടേയിരുന്നു. ഒരിക്കൽ പോലും രാജശേഖരൻ ഒരു കൂട്ടാളിയെ തേടിയില്ല. ധാരാളം പണം അയാൾ സമ്പാദിച്ചു. ഇഷ്ടം പോലെ മോഷണം മുതൽ പലയിടങ്ങളിലായി അയാൾ അത് വെറ്റു തീർത്തു. അയാൾക്ക് വേണ്ടി ഒരു അഭിഭാഷകൻ രംഗത്തെത്തി. ആ അഭിഭാഷകൻ
ഇയാൾ ഏത് കേസിൽ പെട്ടാലും അയാൾക്ക് ജാമ്യം എടുത്തു നൽകി. അങ്ങനെ ഈ മോഷണ രീതി അത് തുടർന്നുകൊണ്ടേയിരുന്നു. കാരണം പ്രത്യേകിച്ചും തന്നെ ജാമ്യത്തിൽ ഇറക്കാൻ ഒരു അഭിഭാഷകനുണ്ട്, ആരെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല. അങ്ങനെയുള്ള ഒരു സാഹചര്യം ആയതുകൊണ്ട് തന്നെ രാജശേഖരന് ഇത് അനസ്യൂതം തുടരാൻ സാധിച്ചു. 2 തവണ പോക്സോ കേസിൽ ഇയാൾ പിടിക്കപ്പെട്ടുവെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഈ 2 തവണയും കൃത്യസമയത്ത് കുറ്റപത്രം സമർപ്പിക്കാൻ അന്വേഷണ സംഘത്തെ കൊണ്ട് സാധിച്ചില്ല. അതുകൊണ്ടാണ് രാജശേഖരന് ഒടുവിൽ ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങാൻ സാധിച്ചത്. മൊത്തം 70 കേസുകളാണ് ഈ രാജശേഖരൻ്റെ പേരിൽ തമിഴ്നാട്ടിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി ഉള്ളത്. പലതും സ്ത്രീകളെ ഉപദ്രവിച്ച കേസും മോഷണ കേസുമാണ്. മോഷണ കേസിന് ഒപ്പം തന്നെ അതേ വീട്ടിലെ സ്ത്രീകളെ ഉപദ്രവിച്ചെന്ന കേസുകൾ ഉള്ളപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇയാളുടെ മോഷണ രീതിയുടെ ഒരു സ്റ്റൈൽ, ഇയാളുടെ ഒരു മോഷണത്തിൻ്റെ ഒരു പാറ്റേൺ എന്താണ് എന്നുള്ളത്. പകൽ സമയങ്ങളിൽ കറങ്ങി നടക്കുന്ന രാജശേഖരൻ വീടുകളിൽ ആൺതുണയില്ലാത്ത സ്ത്രീകളെ കണ്ടെത്തും, പ്രത്യേകിച്ചും സുന്ദരികളായിട്ടുള്ള സ്ത്രീകൾ. 2 സ്ത്രീകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ രാജശേഖരന് അത്രത്തോളം സന്തോഷം. സുന്ദരികളായിട്ടുള്ള 2 സ്ത്രീകൾ ഉണ്ടെങ്കിൽ 2 പേരെയും ഇയാൾ ഉപദ്രവിക്കും. അങ്ങനെ കറങ്ങി നടക്കുന്ന രാജശേഖരൻ കണ്ടെത്തുന്ന വീട്ടിൽ അയാൾ രാത്രിയിൽ കടന്നെത്തും. രാത്രിയിൽ കടന്നെത്തുന്ന അയാൾ ഈ തൻ്റെ ഇര ഏത് സമയത്ത് ഉറങ്ങുന്നു അത്രയും നേരം വരെയും കാത്തിരിക്കും. ഇര പൂർണ്ണമായും ഗാഠനിദ്രയിലേക്ക് കടന്നു എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ രാജശേഖരൻ പിൻവശത്തെ വാതിൽ തകർക്കും. പല രീതിയാണ് അതിന് അയാൾ അവലംബിച്ചിരുന്നത്. ചിലപ്പോഴൊക്കെ വ്യാജ താക്കോലുകൾ വരെ ഉപയോഗിച്ച് ഈ പിൻവശത്തെ വാതിലുകൾ ഇയാൾ തുറക്കാറുണ്ട്. ചിലപ്പോൾ വാതിലിൻ്റെ ലോക്ക് ഇയാൾ ഇളക്കി മാറ്റും. അങ്ങനെ പല രീതിയിൽ തകർത്തുകൊണ്ടാണ് ഇയാൾ വീടിന് ഉള്ളിലേക്ക് കടക്കുന്നത്. ഈ രീതി അവലംബിക്കുന്ന മറ്റൊരു സംഘം തമിഴ്നാട്ടിലുണ്ട്. അവരുടെ പേര് കുറുവാ സംഘം എന്നാണ്. ഇടയ്ക്ക് ആലപ്പുഴ കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള മോഷണം ആ സംഘം ആസൂത്രണം ചെയ്തപ്പോൾ അത് തുടക്കത്തിൽ തന്നെ പിടിക്കാൻ കേരള പോലീസിനെ കൊണ്ട് സാധിച്ചു. രാജശേഖരനും അതേ രീതിയാണ് തുടർന്ന് വന്നിരുന്നത്. വീടിൻ്റെ പിൻവാതിൽ തകർത്തു കഴിഞ്ഞാൽ വീടിനുള്ളിൽ ഉറങ്ങിക്കിടക്കുന്നവർ പെട്ടെന്നത് അറിയില്ല എന്ന് മനസ്സിലാക്കിയാണ് ഇയാൾ ഈ പ്രവൃത്തി ചെയ്തു വന്നിരുന്നത്. രാജശേഖരനെ ഭയന്ന ഒരു തലമുറ വീടിൻ്റെ പിൻവാതിലിനോട് ചേർന്ന് മണികെട്ടി ഉറങ്ങി എന്ന ഒരു കഥ വരെ ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ കേട്ടിരുന്നു. കാരണം പിൻവശത്തെ വാതിലിന് ചലനമുണ്ടായിക്കഴിഞ്ഞാൽ ഈ മണി ശക്തമായി കിലുങ്ങുകയും ആ ശബ്ദം കേട്ട് വീട്ടുടമയ്ക്ക് അതിലുള്ള സ്ത്രീകൾക്ക്, അതായത് രാജശേഖരൻ കടന്നെത്തിയെന്ന് ഈ സ്ത്രീകൾക്ക് മനസ്സിലാവുകയും ചെയ്യും. അങ്ങനെ പുതൂർ പോലീസിൻ്റെ പരിധിയിലുള്ള വീടുകളിലൊക്കെ തന്നെ പോലീസ് സംഘം ഇതിനോടകം തന്നെ, അതായത് ഈ മോഷണം വളരെ വലിയ രീതിയിൽ നടന്നുകൊണ്ടിരുന്ന സമയത്ത് പോലീസ് നിർദ്ദേശം നൽകി, നിങ്ങൾ വീടിൻ്റെ പിൻഭാഗത്ത് ഇത്തരത്തിലൊരു കാര്യം ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഈ മോഷണത്തിന് എത്തുന്ന ആളെ നിങ്ങൾക്ക് പിടികൂടാൻ സാധിക്കും എന്നുള്ളത്. അതിനുമപ്പുറം രാജശേഖരന് വേണ്ടി മാത്രമായി പോലീസ് നമ്പർ വീടുകളിൽ നൽകുകയും ചെയ്തു. ഏതെങ്കിലും തരത്തിൽ രാജശേഖരനെ കണ്ടുമുട്ടുകയോ എവിടെയെങ്കിലും ഇയാളുടെ സാന്നിധ്യം ഉണ്ട് എന്ന് അറിയുകയോ ചെയ്യുകയാണെങ്കിൽ പോലീസിനെ വിവരം അറിയിക്കണമെന്നായിരുന്നു കോയമ്പത്തൂർ പോലീസ് നാട്ടുകാർക്ക് നൽകിയിരുന്ന നിർദ്ദേശം. എന്താ അല്ലേ, ഒരാളെ ഒരു പോലീസ് സംഘം ഒന്നാകെ ഭയപ്പെടുന്നു, ഒരു നാടാകെ ഭയപ്പെടുന്നു, വീടിൻ്റെ പിൻവശത്തെ വാതിലിൽ മണികെട്ടി ഉറങ്ങുന്ന ജനങ്ങൾ. ഏതായാലും അങ്ങനെ അനസ്യൂതം ഈ മോഷണം തുടർന്ന രാജശേഖരനെ ഇക്കഴിഞ്ഞ ദിവസം തമിഴ്നാട് പോലീസ് വെടിവെച്ച് വീഴ്ത്തുകയുണ്ടായി. അതിൻ്റെ കാരണം ഇതാണ്. 2023 ഒക്ടോബർ മാസം 18-നും 20-നും ഇടയിൽ കോയമ്പത്തൂരിലെ വെല്ലൂരിൽ ഉള്ള ഒരു വീട്ടിൽ ഇയാൾ മോഷണം നടത്തി. കൃത്യമായി ആ ഡേറ്റ് പോലീസ് പറയാത്ത കാരണം 18-നും 20-നും ഇടയിൽ ആ വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല. ഈ ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസത്തിലായിരിക്കാം രാജശേഖരൻ ആ വീട്ടിൽ കടന്നെത്തിയത് എന്നാണ് പോലീസ് അനുമാനിക്കുന്നത്. ആ വീട്ടിലെ സുന്ദരിയായിട്ടുള്ള ഒരു സ്ത്രീയെ ഈ രാജശേഖരൻ നോക്കി വെച്ചിരുന്നു. അങ്ങനെ അവരെ കൂടി ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ ഒക്ടോബർ മാസം 18-ാം തീയതിക്കും 20-ാം തീയതിക്കും ഇടയിൽ വെല്ലൂരിലെ ഈ വീടിൻ്റെ പിൻവശത്തെ വാതിൽ കെ രാജശേഖരൻ എന്ന കൊടും ക്രിമിനൽ തകർത്തത്. അയാൾ തകർത്ത് ഉള്ളിൽ കയറിയപ്പോൾ അയാൾക്ക് പണവും പണ്ടവും മോഷ്ടിക്കാൻ സാധിച്ചു. അവിടെ നിന്നും അയാൾ മോഷ്ടിച്ചത് 45 പവനും 3.5 ലക്ഷം രൂപയുമാണ്. പക്ഷേ ആ മോഷണത്തിൽ രാജശേഖരൻ നിരാശനായിരുന്നു. കാരണം ആ വീട്ടിലെ ഒരു സ്ത്രീയെ ഈ രാജശേഖരൻ ലക്ഷ്യം വെച്ചിരുന്നു. അത് നടപ്പാക്കാൻ, അയാളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിൽ ഒന്ന് നടപ്പാക്കാൻ സാധിച്ചില്ല. അങ്ങനെ നിരാശനായാണ് രാജശേഖരൻ അവിടെ നിന്നും മടങ്ങിയത്. ആ നിരാശയ്ക്കിടയിൽ അയാൾ ഒരു കാര്യം മറന്നു വെച്ചു. അയാൾ കൊണ്ടുവന്ന കൊട്ടുവടിയാണ് അയാൾ അവിടെ മറന്നു വെച്ചത്. അങ്ങനെ ആ കൊട്ടുവടി പോലീസിന് ലഭിച്ചു. അതിൻ്റെ ഫിംഗർ പ്രിൻറ്റ് പോലീസ് പരിശോധിച്ചു. സ്ഥിരം ക്രിമിനലുകളിൽ ആരുടെയെങ്കിലും ഫിംഗർ പ്രിൻറ്റുമായി ഇത് മാച്ച് ചെയ്യുന്നുണ്ടോ എന്ന് പോലീസിൻ്റെ ഫോറൻസിക് വിഭാഗം പരിശോധിച്ചു. അങ്ങനെ ഒടുവിൽ പോലീസിന് അത് കണ്ടെത്താൻ സാധിച്ചു. ഈ ഫിംഗർ പ്രിൻറ്റ് രാജശേഖരൻ്റേതാണ്. അതായത് കെ രാജശേഖരൻ എന്ന സ്ത്രീകളെയും അവരുടെ
സമ്പത്തും ലക്ഷ്യം വെക്കുന്ന കുറ്റവാളിയുടേത്. ഒടുവിൽ രാജശേഖരന് വേണ്ടി പോലീസ് തുരിഞ്ഞിറങ്ങി. കോയമ്പത്തൂർ പോലീസ് മേധാവി എല്ലാ പോലീസ് ഉദ്യോഗസ്ഥർക്കും നിർദ്ദേശം നൽകി. രാജശേഖരനെ എങ്ങനെയും പിടികൂടണം. രാജശേഖരൻ്റെ ഭാഗത്തു നിന്നും തിരിച്ച് ആക്രമണം ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾക്ക് അയാളെ വെടിവെച്ച് വീഴ്ത്താൻ സാധിക്കും. അതിനുള്ള അനുമതി കൂടി ആ പോലീസ് ഉദ്യോഗസ്ഥർക്ക് നൽകി. അങ്ങനെ കോയമ്പത്തൂർ പോലീസ് മേധാവിയുടെ കീഴിൽ ഒരു പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കപ്പെട്ടു. അതിൽ എൻകൗണ്ടർ സ്പെഷ്യലിസ്റ്റുകൾ വരെ ഉൾപ്പെട്ടിരുന്നു. അങ്ങനെ ആ വലിയ സംഘം ഈ മേഖലയാകെ അരിച്ചു പറക്കി. കോയമ്പത്തൂരിൻ്റെ പല സ്ഥലങ്ങളിലും ഈ അന്വേഷണ സംഘം രാജശേഖരന് വേണ്ടി വലവിരിച്ചെങ്കിലും അവിടെയെങ്ങും രാജശേഖരനെ കണ്ടെത്താൻ പോലീസിന് സാധിച്ചില്ല. ഒടുവിൽ രാജശേഖരനെ കുറിച്ച് അറിയാവുന്ന ഒരാൾ രഹസ്യമായി കോയമ്പത്തൂർ പോലീസുമായി ബന്ധപ്പെട്ടു. അയാൾ ഒരു കാര്യം പറഞ്ഞു കൊടുത്തു. ഡിണ്ടിഗലിന് സമീപം ഭഗവതിയമ്മൻ കോവിൽ വീതിയിൽ ഈ രാജശേഖരൻ അവിടെയുള്ള ഒരു ചെറിയ ഷെഡിൽ ഒളിവിൽ കഴിയുകയാണ്. അയാൾ നേരത്തെ നടത്തിയ ഒരു മോഷണത്തിൻ്റെ മുതലുമായാണ് തന്നെ സമീപിച്ചത്. അത് വിൽക്കാൻ സഹായിക്കണം എന്ന് തന്നോട് ആവശ്യപ്പെട്ടു. മോഷണ മുതലാണെന്ന് മനസ്സിലാക്കിയ താൻ അത് പറ്റില്ല എന്ന് മറുപടി നൽകി. ശേഷം അയാളെ താനാണ് ഈ പറയുന്ന ഭഗവതിയമ്മൻ കോവിലിന് സമീപമുള്ള വീതിയിൽ അവിടെ കൊണ്ടാക്കിയത്. കൃത്യമായ സ്ഥലം ഇയാൾ പറഞ്ഞു കൊടുത്തു. പോലീസ് ഒട്ടും മടിച്ചില്ല. ഡിണ്ടിഗൽ പോലീസിനോട് ഈ സ്ഥലം നിരീക്ഷിക്കാനുള്ള നിർദ്ദേശം കോയമ്പത്തൂർ ജില്ലാ പോലീസ് മേധാവി നൽകുകയുണ്ടായി. അങ്ങനെ ഡിണ്ടിഗൽ പോലീസ് ഇയാളെ നിരീക്ഷിച്ചു. പിന്നാലെ കോയമ്പത്തൂർ പോലീസ് സ്ഥലത്തെത്തി. ആ സംഘത്തിൽ ഉണ്ടായിരുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് ഭാസ്കർ, സബ് ഇൻസ്പെക്ടർ ഭാസ്കർ. അദ്ദേഹം ഒരു എൻകൗണ്ടർ സ്പെഷ്യലിസ്റ്റാണ്. അദ്ദേഹത്തെ അനുഗമിക്കുന്ന ഒരാളാണ് കണ്ണൻ എന്ന് പറയുന്ന സീനിയർ കോൺസ്റ്റബിൾ. രണ്ടുപേരും ചേർന്ന് ആയുധവുമായി ഈ രാജശേഖരൻ ഒളിച്ചിരിക്കുന്ന ഷെഡിനുള്ളിലേക്ക് കടന്നു. പോലീസ് നേരത്തെ പ്രതീക്ഷിച്ച പോലെ തന്നെ രാജശേഖരൻ്റെ ഭാഗത്തു നിന്നും ആക്രമണം ഉണ്ടായി. ഷെഡിനുള്ളിൽ മറഞ്ഞിരുന്ന രാജശേഖരൻ ഈ SI ആയിട്ടുള്ള ഭാസ്കറിനെ ആക്രമിച്ചു. ഒപ്പം കണ്ണനെയും ആക്രമിച്ചു. വലിയ വടിവാൾ കൊണ്ടായിരുന്നു ഈ രാജശേഖരൻ്റെ ആക്രമണം. ആ ആക്രമണത്തിൽ ഭാസ്കർ എന്ന SIക്കും അതുപോലെ തന്നെ കണ്ണൻ എന്ന ഈ കോൺസ്റ്റബിളിനും പരിക്കേറ്റ് വീണിട്ടും SI ഭാസ്കറും കണ്ണനും പിന്തിരിയാൻ തയ്യാറായില്ല. കയ്യിലുണ്ടായിരുന്ന തോക്കുപയോഗിച്ച് ഇരുവരും ഈ രാജശേഖരന് നേരെ ഫയർ ചെയ്തു. അയാളുടെ വയറിൻ്റെ ഇടതുഭാഗത്ത് വെടിയുണ്ട പതിച്ചു. ഒപ്പം ഇടത് തുടയിലും വെടിയുണ്ട കയറി. അങ്ങനെ മാരകമായി പരിക്കേറ്റു ഈ രാജശേഖരനെ ഉടൻ തന്നെ തിരുച്ചിറപ്പള്ളിയിലെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പോലീസ് മാറ്റി. ഇപ്പോൾ തിരുച്ചിറപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് രാജശേഖരൻ ചികിത്സയിൽ തുടരുന്നത്. പോലീസ് അറിയാത്ത ഒട്ടനവധി കഥകൾ അയാൾ ഈ ആരോഗ്യാവസ്ഥ മോശമായി കഴിയുന്നതിനിടെ പോലീസിനോട് പറയുകയുണ്ടായി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുമ്പസാരം. എത്ര വീടുകളിൽ താൻ മോഷണം നടത്തി, എത്രത്തോളം പണം കവർന്നു, എത്രത്തോളം സ്വർണം കവർന്നു, ഒപ്പം എത്ര സ്ത്രീകളുടെ ശരീരം താൻ ദുരുപയോഗം ചെയ്തു, ഇതെല്ലാം തന്നെ ഈ രാജശേഖരൻ പോലീസിനോട് പറയുകയാണ്. ഓരോ മൊഴികളായി പോലീസ് രേഖപ്പെടുത്തുന്നുണ്ട്. 70-നും അപ്പുറം കേസുകൾ രാജശേഖരൻ ഉണ്ട് എന്നാണ് ഇതിൽ നിന്നും പോലീസ് മനസ്സിലാക്കുന്നത്. തമിഴ്നാട് പോലീസിൻ്റെ ഔദ്യോഗിക രേഖകളിലാണ് 70 കേസുകൾ ഉള്ളത്. പക്ഷേ ആശുപത്രിയിൽ കഴിയുന്ന ഈ രാജശേഖരൻ വിളിച്ചു പറയുകയാണ് തൻ്റെ പേരുള്ളത് 70 കേസുകളായിരിക്കില്ല, അതിനും അപ്പുറമുണ്ട്, ഒട്ടനവധി ക്രൈമുകൾ താൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. രാജശേഖരൻ ചെയ്ത ചില ക്രൈമുകളിൽ തെറ്റിദ്ധരിക്കപ്പെട്ട് ചില മനുഷ്യർ ഇപ്പോൾ ജയിലിൽ കഴിയുന്നുണ്ട്. രാജശേഖരൻ കുറ്റസമ്മതം നടത്തിയ സാഹചര്യത്തിൽ അത്തരം നിരപരാധികളെ പുറത്തേക്ക് വിടുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കുമെന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. നേരത്തെയും വെടിവെപ്പ് കാര്യത്തിൽ ഈ കോയമ്പത്തൂർ പോലീസ് ഒട്ടും പിന്നിലല്ല. മുൻപ് ഞാനൊരു കഥ പറഞ്ഞിരുന്നു. ഒരു വിദ്യാർത്ഥിനിയെ ഒരു സംഘം തട്ടിക്കൊണ്ടുപോയതും അവരെ ഒരു മുൾക്കാട്ടിന് ഇടയിൽ കൊണ്ടുപോയി അവരെ ശാരീരികമായി ഉപദ്രവിച്ച കഥ. ആ 3 അംഗ സംഘത്തെയും കോയമ്പത്തൂർ പോലീസ് വെടിവെച്ച് വീഴ്ത്തിയാണ് അന്ന് പിടികൂടിയത്. അവരും ഇപ്പോൾ പല ആശുപത്രികളിൽ ചികിത്സയിലാണ്. ഏതായാലും കോയമ്പത്തൂർ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ക്രിമിനലുകൾ പോലീസിൻ്റെ ഈ നടപടിയിൽ ഭയന്നിരിക്കുകയാണ്. ടൈംസ് ഓഫ് ഇന്ത്യ അടക്കമുള്ള ദേശീയ മാധ്യമങ്ങൾ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ 40ഓളം ക്രിമിനലുകളെയാണ് കോയമ്പത്തൂർ പോലീസ് വെടിവെച്ച് വീഴ്ത്തി പിടിക്കപ്പെട്ടത്. കോയമ്പത്തൂരിനെ സംബന്ധിച്ചിടത്തോളം ഒട്ടനവധി ക്രിമിനലുകൾ താവളമാക്കിയ ഒരു സ്ഥലമാണ് അത്. ഇതര സംസ്ഥാനത്തു നിന്നും വരുന്നവരെയാണ് പലപ്പോഴും അവർ ഉപദ്രവിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ കഥ മാറിയിരിക്കുന്നു. തദ്ദേശീയരായ മനുഷ്യർക്ക് നേരെയും അവരുടെ അക്രമം വളർന്നു. അതോടുകൂടിയാണ് കോയമ്പത്തൂർ പോലീസ് ഇത്തരക്കാരെ വെടിവെച്ച് വീഴ്ത്തി പിടികൂടാനുള്ള നിർദ്ദേശം ഇട്ടത്. ഏതായാലും ക്രിമിനലുകൾ തൽക്കാലമെങ്കിലും പിൻവാങ്ങിയിരിക്കുകയാണ്. നാളെ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.